ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് നിർണായക തീരുമാനമുണ്ടാകും. നമുക്കൊപ്പം വിപഞ്ചികയുടെ അമ്മ ശൈലജയും ബന്ധു ശരണും തത്സമയം ചേരുന്നുണ്ട്. ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. ശൈലജയിലേക്ക് നമുക്കൊന്ന് പോകാം. അമ്മ നമസ്കാരം. അമ്മ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? അമ്മ, അവിടെ എല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ടല്ലോ അല്ലേ? മോനിപ്പോ കാനഡയിൽ നിന്ന് വന്നു എന്ന് കേട്ടു. വന്നു. എല്ലാവരും സഹായിക്കാനുണ്ടല്ലോ അല്ലേ? എല്ലാവരും സഹായിക്കുന്നു. നമ്മൾ ഇന്നലെ കൗൺസിലേറ്റിൽ പോയി പരാതിപ്പെട്ടു. നമ്മളെ കുറച്ചുപേര് സഹായിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം തിരിച്ച് സംസ്കരിക്കാതെ കൊണ്ടുപോയി. അത്രയും എങ്കിലും നടന്നു. ഇന്നിപ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത് അമ്മ? നമുക്ക് കുഞ്ഞിന്റെയും അമ്മയുടെ മൃതദേഹം തിരിച്ചു കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും കോൺസുലേറ്റിൽ നിന്നും മന്ത്രിയിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. 9 ദിവസമാവുന്നു മരണം കഴിഞ്ഞിട്ട്. മനസ്സിലായി. അമ്മ, നമ്മൾ അവിടെ പരാതി കൊടുക്കുന്നുണ്ടോ ഷാർജ പോലീസിൽ? കാരണം ഇപ്പോ ഷാർജയിൽ ഈ നിതീഷിനെതിരെ കേസ് ഇല്ലല്ലോ അല്ലേ? കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കോൺസുലേറ്റ് വഴിയാണോ ഈ പരാതി കൊടുക്കുക, കംപ്ലൈന്റ് കൊടുക്കുക? കോൺസുലേറ്റ് പറഞ്ഞതനുസരിച്ച് ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നിതീഷിന്റെ ബന്ധുക്കൾ ആരെങ്കിലുമായിട്ട് സംസാരിക്കാനെങ്ങാനും പറ്റുമോ ആർക്കെങ്കിലും? കാര്യം ഈ കാര്യത്തിൽ അവർ ഈ പിടിവാശി എന്തിനാ അവർ കാണിക്കുന്നത് കുഞ്ഞിന്റെ മൃതദേഹവും വെച്ചിട്ട്, പ്രത്യേകിച്ച് ഇങ്ങനൊരു മരണത്തിൽ? അവരൊക്കെ ആയിരിക്കും സംസാരിക്കാൻ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അവരുടെ ബ്രദറിലോ സംസാരിച്ചിരുന്നു. നമ്മളപ്പോ ഒന്ന് റിക്വസ്റ്റ് ചെയ്യണവരെ പോലെ പറഞ്ഞു നോക്കി, കുഞ്ഞിനെ അമ്മേനെ നമുക്ക് നാട്ടിലേക്ക് വിട്ട് തന്നൂടെ. അപ്പൊ അവരതിനൊട്ടും താല്പര്യപ്പെട്ടില്ല. അവര് പറയുന്നത് നിതേഷിന് ഒന്നാമത് ട്രാവൽ ബാൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അവന് കുഞ്ഞിന്റെ ഓർമ്മകൾ ഈ നാട്ടിൽ തന്നെ ആവാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷെ ഈ നാട്ടിൽ എവിടെ നിന്ന് എങ്ങനെ ഓർമ്മകളാവുന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. മാത്രമല്ല എന്ത് ഓർമ്മകൾ അല്ലേ ഈ ഒരു സാഹചര്യത്തിൽ മരിച്ച കുഞ്ഞിനെ സംബന്ധിച്ച്. മാത്രമല്ല നാട്ടിൽ വന്ന് ഇനി എന്തെങ്കിലും അയാൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ, ഇത് അയാൾ കുറ്റവാളിയല്ല എന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് പിന്നീട് ആ ചടങ്ങുകൾ പിന്നീട് ചെയ്യാമല്ലോ അല്ലേ? അതെ, ഇന്നലെ തിരക്ക് പിടിച്ചവർ കൊണ്ടുപോയതൊരു നമ്മളെ ഒരു കൊണ്ടുപോകാൻ സമയത്ത് ഒരു 15 മിനിറ്റിന് മുമ്പേ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു സഹായഹസ്തവും കിട്ടാത്ത രീതിയിൽ അവർ പഴുതടച്ചാണ് നമ്മൾക്ക് ഒരു 10-15 മിനിറ്റിന് മുമ്പാണ് പറയുന്നത് സാറേ. ആ സമയത്ത് അതും സെമിത്തേരിയിൽ ഹൈന്ദവ വിധിപ്രകാരം അല്ല. അപ്പം എന്തായാലും ഈ എങ്ങനെ മരിച്ച് ഇതൊന്നും നമുക്ക് വ്യക്തതയില്ല, എന്ത് സംഭവിച്ചെന്നും വ്യക്തതയില്ല. എങ്കിലും ഇത് നമുക്ക് ഹൈന്ദവ വിധി പ്രകാരം നമ്മുടെ നാട്ടിൽ അടക്കണം എന്നുള്ളത് അതിന്റെ ശക്തമായ തീരുമാനം. അതിനകത്ത് ഒട്ടും അനുവദിക്കാതെ നമുക്ക് ഒന്നിനും അവര് പഴുതടച്ച് ഒരു സഹായവും നമുക്ക് നേടാൻ പറ്റാത്ത ഒരു സമയം, നേരം വൈകിയ സമയം നോക്കി അവരിത് ചെയ്ത് അത് തടുത്തതിന് എല്ലാ കോൺസുലേറ്റിനോടും സർവ്വ മന്ത്രിമാരോടും നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ്. അമ്മ, നിലവിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം നമുക്ക് വിട്ടുതരാനുള്ള സാധ്യത ഇപ്പൊ തെളിയുന്നുണ്ടോ? നമ്മൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? ഇന്നത് കിട്ടും എന്ന് തന്നെ ഒരു പ്രതീക്ഷയുണ്ടോ? നമുക്ക് പോസിറ്റീവായ റിപ്ലൈകളൊന്നും വന്നിട്ടില്ല. കോൺസുലേറ്റ് ഇടപെട്ടാൽ മാത്രമേ. ഇപ്പൊ ഈ രണ്ട് അമ്മയുടെയും മകളുടെയും മൃതദേഹം ഇരിക്കുന്നത് ആശുപത്രി മോർച്ചറിയിലാണല്ലേ? അതെ, ഫോറൻസിക് മോർച്ചറിയിൽ. അവിടെ പോയിരുന്നോ അമ്മ? അവിടെ ആ ഭാഗത്തേക്കെങ്ങാനും പോയിരുന്നോ? ഇല്ല, കാണാൻ സമ്മതിച്ചിട്ടില്ല, കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് ആരുടെയെങ്കിലും ഒരു ഇടപെടൽ ആവശ്യമുണ്ടോ അമ്മ? കാര്യം നമുക്ക് അവിടുത്തെ ഷാർജ പോലീസ് ആണെങ്കിലും ഇതിപ്പോ രാവിലെ അല്പസമയത്തിനുള്ളിൽ പോകുമായിരിക്കുമല്ലോ അല്ലേ പോലീസിൽ പരാതി കൊടുക്കാൻ? അത് ഈ സ്ഥലത്ത് തന്നെയുള്ള പോലീസിൽ പരാതി കൊടുക്കണ്ടേ? കൊടുക്കണം. അതിന് പോവും, നമ്മളിന്ന് പോവും രാവിലെ. അപ്പൊ നമ്മൾ എന്തായിരിക്കും ആ പരാതിയിൽ പറയുന്നത്? ഈ ഗാർഹിക പീഡനമാണോ, അത് ഈ കൊലപാതകം തന്നെ അല്ല ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കുന്നുണ്ടെന്നാണോ? നമ്മൾ എന്താണ് പരാതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മ? എന്റെ കുട്ടി നല്ലപോലെ പീഡനം അനുഭവിച്ചിട്ടുണ്ട്, ഗാർഹിക പീഡനം അനുഭവിച്ചിട്ടുണ്ട്. അവള് ചിത്രങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ഇപ്പം മാധ്യമങ്ങൾ വഴി. അപ്പൊ അതിനുള്ള നമുക്ക് നീതി കിട്ടണം സാറേ. ഇതുവരെ എന്റെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അതിന്റെ റിസൾട്ട് ഒന്നും നമുക്ക് അറിയാൻ വയ്യ.
ഓക്കെ, അപ്പം എന്തായാലും അമ്മ ആ പോരാട്ടം തുടരുക. നമ്മളിപ്പോൾ ഈ സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് അറിയുന്നത്. നമുക്ക് സുരേഷ് ഗോപിയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മളൊന്ന് നോക്കാം.